അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ള ഒരൊറ്റ മനുഷ്യരെ വിളിക്കാതെ ആരെയും ശല്യപ്പെടുത്താതെ ജോലിക്ക് പോകാൻ പറ്റുമോ സക്കീർ ഭായ്? യെസ്, ഐ ക്യാൻ. ഞാൻ വീക്കെൻഡ് ജോലിക്ക് പോകുന്നത് നമ്മുടെ വീട്ടിലെ ജസ്റ്റിൻ കൊച്ചും പോട്ട് അവിടുത്തെ പല്ലി പോലും അറിയുന്നില്ലെന്നുള്ള ഞാൻ പിന്നെ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടെ പല്ലിയും പാറ്റയൊന്നും ഇല്ലേ. പറഞ്ഞപ്പം ഒരു ചെറിയ തള്ളങ്ങ് കൂടിപ്പോയതാ. പിന്നെ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എന്തിനാ കാണിക്കുന്നത് വെച്ചാൽ ഒരു പൊങ്ങച്ചത്തേക്കാൾ ഉപരി നോട്ട് ദ പോയിന്റ്. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ പൊങ്ങച്ചം കാണിച്ചില്ല, പിന്നെ ആരുടെ കാണിക്കുമല്ലേ? നിങ്ങളത് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. ഇതിപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഇത് പൊങ്ങച്ചമൊന്നുമല്ല. ഇത് രണ്ട് കൂട്ടർക്ക് ഇൻസ്പിറേഷൻ തരാൻ വേണ്ടിയാണ്. നമ്പർ 1, പെണ്ണുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഒരുത്തൻ്റെയും കാല് പിടിക്കേണ്ട, നമുക്ക് എവിടെ വേണേലും പോകാം. ഇൻസ്പിറേഷൻ നമ്പർ 2 ബോയ്സിനുള്ള കേട്ടോ. ഞാൻ നിങ്ങളുടെ കെട്ടിയോളുമാരെ നിങ്ങൾ ഡ്രൈവിങ് പെട്ടെന്ന് പഠിപ്പിച്ചോ. അതാകുമ്പം വീക്കെൻഡിലും നിങ്ങൾക്ക് ഓഫ് ഉള്ളപ്പോഴും നിങ്ങൾക്ക് നല്ല പോത്തുപോലെ കിടന്ന് ഉറങ്ങാം. അവളുമാർ തന്നെ ഡ്രൈവ് ചെയ്തങ്ങ് പൊക്കോളും. അതല്ലേ ഇച്ചായ എഴുന്നേക്ക്, ചേട്ട എഴുന്നേക്ക്, ഇക്ക എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കുത്തിപ്പോക്കും, നിങ്ങളുടെ ഉറക്കം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഒന്ന് വെറുതെ ബാത്റൂമിൽ പോകാൻ പോലും പറ്റത്തില്ല. കാരണം നിങ്ങളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, ജോലി കഴിഞ്ഞു, ജോലിക്ക് കൊണ്ടുവിട്, ഷോപ്പിങ്ങിന് ഇന്ന് ക്ലാസ് ഉണ്ട്, സെമിനാർ ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞൊരു 100 കൂട്ടം കോള് വരും. ഇതാകുമ്പോൾ ഇമാതിരി പ്രശ്നം ഒന്നുമില്ല. സ്വസ്ഥം. ജോലിക്ക് മാത്രമല്ല, മാർക്കറ്റിലും കൊച്ചുങ്ങട സ്കൂളിലും പള്ളിയിലും അമ്പലത്തിലും എവിടാന്ന് വെച്ചാൽ തന്നെ പൊക്കോളും. എന്ത് ഫ്രീ ആയി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ പറയും, ലേഡീസിന് ജോലി കഴിഞ്ഞാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഈ ഡ്രൈവിംഗ് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എന്താണെന്നറിയാവോ? അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി എന്തും ഈസി. അപ്പം ഇന്നത്തേക്കുള്ള മോട്ടിവേഷൻ ഇനഫായെന്ന് ഞാൻ വിചാരിക്കുന്നു. തൽക്കാലം ഞാനിവിടെ അങ്ങ് നിർത്തട്ടെ, എനിക്ക് ജോലിക്ക് കയറാൻ സമയമായി. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.